ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ ഹീറോയി ഒരു പ്രൊഫസറാണ്, സ്കൂൾ ടീച്ചറാണ്. നമ്മളെ കഥ നായിക ഹീറോയി പേര് അനുവാണ്. നമ്മൾ ജംഗോക്ക് എപ്പോഴും അതൊരു ഐഡലാണ്. നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അനു വന്നു അമ്മ വന്നു. അനു, ഓ എനിക്ക് ലേറ്റായില്ലേ? അമ്മ നിന്നെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്. അനു മുറിക്കായിരുന്നു അമ്മനെ. അനു നീ ഇങ്ങനെ ടെൻഷൻ ആക്കാണ്ട്. അനു പറയാൻ തുടങ്ങി, അമ്മ എനിക്ക് ലേറ്റായി, ഞാൻ പോവാം സ്കൂൾക്ക് എന്ന് പറഞ്ഞ്. അനു സ്കൂൾ ടീച്ചറാണ്. അതുമാത്രമല്ല അനു ഇങ്ങനെ കോളേജിൽ പഠിക്കുവാണ്. സ്കൂൾക്ക് പോവുക അനു. അതുമാത്രമല്ല ഓൺലൈൻ കോളേജ് പഠിക്കുക. പിന്നെ അനു സ്കൂൾ പഠിപ്പിക്കും, ടീച്ചറാണ്. സ്കൂൾ പറഞ്ഞ് അനുവിൻ്റെ സ്കൂളാണ്. അനുവിൻ്റെ സ്കൂളാണ്. അനുക്ക് സ്കൂൾ പറഞ്ഞ അനു സ്കൂൾ പഠിപ്പിക്കുകയാണ്, ടീച്ചറാണ്. സ്കൂൾ പറഞ്ഞ അനുവിൻ്റെ സ്വന്തം സ്കൂളാണ്. സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് നമ്മളെ കഥനാക്കി ഹീറോയി അനു ടീച്ചറാണ്. അനു ക്ലാസ്സിൽ വരാം. എല്ലാവരും ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ ഞങ്ങൾ ചെയ്തു വെച്ച്? മാം ഇന്ന് ഹോംവർക്ക് തന്നിട്ടുണ്ട് മാം, ഞങ്ങളെല്ലാവരും ചെയ്തു പറഞ്ഞായിരുന്നു. അനു പറയാൻ തുടങ്ങിയായിരുന്നു, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ് ഇംഗ്ലീഷാണ്. അനു ക്ലാസ് പഠിപ്പിക്കാമായിരുന്നു. അങ്ങനെ നന്നായി ക്ലാസ് പഠിപ്പിക്കുക. അതെ, 5ാം ക്ലാസ്സിക്കും അനു 6ാം ക്ലാസ്സിക്കും അനു പഠിപ്പിക്കുകയാണ്. 5ാം ക്ലാസ് ഫസ്റ്റ് പഠിപ്പിക്കാമായിരുന്നു. അനു പറയുന്നു. അങ്ങനെ ക്ലാസ് നന്നായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞു. അനു വെളിയിൽ വന്നായിരുന്നു. അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. എന്ത് പറ്റി സുമതി ടീച്ചർ? ഇല്ല മാം, ചെറിയൊരു പ്രശ്നമുണ്ട്. സുമതി ടീച്ചർ പറയായിരുന്നു. മാം എന്താ പറ്റി പറഞ്ഞോ? ഇല്ല മാം, ചെറിയൊരു പ്രശ്നമുണ്ട് മാം. എന്താടാ ഇനി ഇങ്ങനെ പറയുന്നേ? ഇല്ല മാഡം, ഇത് എനിക്ക് കുറച്ച് നാൾ ലീവ് വേണം അങ്ങനെ സുമതി മാം പറഞ്ഞായിരുന്നു. സുമതി മാം പറഞ്ഞുകൊണ്ട് ശരി സുമതി ചേച്ചി, നിങ്ങൾക്ക് ലീവാ? എന്ത് പറ്റി? എന്താ പറഞ്ഞിട്ട് പറ്റുന്നത് മാം? എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊന്നും അനുസരിക്കില്ല. ഹസ്ബൻഡ് ജോബൊക്കെ പണിക്ക് പോയതാ. അവിടെ എൻ്റെ ഹസ്ബൻഡിക്ക് ഇപ്പോൾ കുറച്ച് നല്ല അസുഖമാണ്. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലാരും ഇല്ല, ഞാനും എൻ്റെ കുട്ടികൾ മാത്രമേ ഉള്ളത്. ശരി സുമ ടീച്ചർ, നിങ്ങളെ ക്ലാസ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. താങ്ക്സ് മാം എന്ന് പറഞ്ഞായിരുന്നു. സുമ ടീച്ചർ അവിടെ നിന്ന് പോയിരുന്നു. അവിടെ ഒരു ക്ലാസ്സിൽ അവിടെ ഒരു ജോലി, അതെ, ടീച്ചർ ട്രെയിനിങ് വന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഹീറോയിൻ നോക്കിയായിരുന്നു. റോസി, അയ്യോ ഇവളൊരു കാര്യം. റോസി എന്ന ഹീറോയുടെ ഫ്രണ്ടായിരുന്നു റോസി. എന്താ മച്ചി? നീ കുറച്ച് നാൾ വീട്ടിൽ ചെയ്തോ? റോസി പറഞ്ഞ ഹീറോയുടെ ഫ്രണ്ട്. അത് മാത്രമല്ല കോളേജിൽ പഠിക്കുക ചുമ്മാ വന്നതായിരുന്നു. എന്താടി ഈ മാം സുമര ടീച്ചറിൻ്റെ ക്ലാസ് നീ എടുത്തോ? എടി ഞാൻ എന്നെ ടീച്ചർ പറഞ്ഞ ട്രെയിനിങ് വന്നതാ. പോടി മോസില, നീ പോ എന്ന് പറഞ്ഞായിരുന്നു. ശരി മോസില, ശരി ഞാൻ പോവാന്ന് റോസി പോയായിരുന്നു. അങ്ങനെ ക്ലാസ് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. സുമ ടീച്ചർ വന്നു. സുമ ടീച്ചർ ക്ലാസ് ആയിരുന്നു. റോസിനോട് പറയായിരുന്നു, ചിലപ്പോൾ ഹീറോയില്ല, ഇനി ആ ക്ലാസ് ഹീറോയിൻ്റെ ക്ലാസ് റോസിയാണ് എടുക്കാൻ പോകുന്നത്. റോസി എന്ന് വെച്ചായിരുന്നു. അങ്ങനെ ക്ലാസ് നന്നായിട്ട് പഠിക്കുമായിരുന്നു. സുമ ടീച്ചർ പറഞ്ഞ 3ാം ക്ലാസ്സും 2ാം ക്ലാസ്സും സുമ ടീച്ചർ പഠിപ്പിക്കും. 1ാം ക്ലാസ് പഠിപ്പിക്കുവാണ് സുമ ടീച്ചർ. ഹീറോയി പറയുന്നു, എന്തായാലും കഷ്ടമാണ്. ഇങ്ങനെ ഓരോ ഓരോന്നിരുന്ന് റോസി ക്ലാസ് പഠിപ്പിക്കുമായിരുന്നു. ഹീറോയി ക്ലാസ്സും പഠിപ്പിക്കുക. അതുമാത്രമല്ല ഇങ്ങനെയായിട്ട് ഹീറോയി കുറച്ച് ഡേയ്സ് പോകാറുണ്ട്. അതെ, ആഡേഴ്സ് ബോയ്സ് അവരെല്ലാവരും ഇന്ത്യക്ക് വന്നായിരുന്നു. അതുമാത്രമല്ല ജങ്കുക്കും കുട്ടിയുണ്ട്. അതെ, ജങ്കുക്കിൻ്റെ ജങ്കുക്ക് വൈഫ് ഡിവോഴ്സ് ആയിരുന്നു. അപ്പോൾ ജങ്കുക്ക് ഒരു ബേബി ഉണ്ടായിരുന്നു. ജങ്കുക്ക് ബേബിനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഹീറോയി സ്കൂൾ പഠിപ്പിച്ച് വെളിയിൽ വന്നായിരുന്നു. അപ്പോൾ ഒരു ബോയ് ബേബി ഉണ്ടായിരുന്നു, ക്യൂട്ടായിട്ട്. ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോയി സ്കൂൾ കളിക്ക് വെളിയിൽ സ്കൂട്ടറിൽ വരുമ്പോഴാണ് ഒരു ബേബി ഉണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് റോഡിലോടി വരുമ്പോൾ ഹീറോയി കണ്ടായിരുന്നു. ഇതെന്താ ഒരു വണ്ടി വരുന്നു. അങ്ങനെ വണ്ടീനെ അവിടെ പോലീസ് അങ്കിൾ ഉണ്ടായിരുന്നു. ഇതാണ് അനു കൊച്ചാണല്ലോ. അനു പറയായിരുന്നു, അങ്കിൾ അവിടെ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ആ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അങ്കിൾ ഓടി വന്നു. എന്താ പറ്റുമോ അനു? അങ്കിൾ അവിടെ നോക്ക്, അവിടെ ഒരു കൊട്ടിയുണ്ട് എന്ന് പറഞ്ഞു. ഓ ശരി മാ. ആ ബേബീൻ്റെ അടുത്ത് വന്നു. നീ ആരാ കൊട്ടി എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അനു ശ്രദ്ധിക്കായിരുന്നു. ഈ കുട്ടി ഇന്ത്യന്നല്ലല്ലോ, ഫോറിൻ കൺട്രിയാണ്. എന്നെ കുട്ടിയുടെ അടുത്ത് വന്നു. ഹായ് ബേബി എന്ന് പറഞ്ഞു. ഹായ് എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്ന് പറയാം. ഇംഗ്ലീഷിൽ സംസാരിച്ചാണ് ആ ബേബി. ഇംഗ്ലീഷ് ക്യൂട്ടായി സംസാരിക്കായിരുന്നു. അല്ല, നിൻ്റെ പേരെന്താന്ന് പറഞ്ഞു? ജിയാൻ. ജിയാനാണോ? അതെ. എന്നാൽ ബേബി ക്യൂട്ടായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ പറഞ്ഞായിരുന്നു. പോലീസ് അങ്കിൾ. ശരി മാ, ഞാൻ വിളിക്കാണ്. അനുവിൻ്റെ അച്ഛൻ കോൾ ചെയ്ത് വരുന്നതാണ്. സാർ
നടന്ന കാര്യം പറഞ്ഞു. ശരി ഓക്കെപ്പാ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛന് വന്നായിരുന്നു. പോലീസാണ് DJP അല്ല എന്തപ്പോൾ വലിയ പോലീസ് പറഞ്ഞാൽ എന്ത് ISP ആണ് ഹീറോയിൻ്റെ ഡാഡി. അത് മാത്രമല്ല പോലീസാണ്. അതുകൊണ്ട് പോലീസ് പറഞ്ഞാൽ ISP സാർ എന്താടാ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ SI വന്നായിരുന്നു. സാർ ചെറിയൊരു പ്രശ്നമുള്ളൂ. ശരി ഓക്കെ. ഞാനായിട്ട് ആ പോലീസോട് പറഞ്ഞു ശരി ഓക്കെ വീട്ടിലൊക്കെ പോയിക്കോ എന്ന് പറഞ്ഞായിരുന്നു. അച്ഛാ അത് ഈ കൊച്ചി ശരിടാ ഞാൻ കോച്ചിനോട് അറിയാം. അങ്ങനെയായിട്ട് ഹീറോയെ അച്ഛനോട് പറഞ്ഞു ശരിടാ വീട്ടിൽ കൊണ്ടുപോകുന്ന ഹീറോയെ വീട്ടിലൊക്കെ പോയി ഇവർ കൊണ്ടുവന്നായിരുന്നു. നമ്മൾ ഹീറോയിൻ്റെ ഹീറോയിൻ്റെ മുത്തശ്ശന് വന്നിരുന്നു. അത് പറഞ്ഞു ഹോം മിനിസ്റ്ററാണ്. ഹോം മിനിസ്റ്റർ വന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു. ഹോം മിനിസ്റ്റർ ഷോക്കായിരുന്നു. ഇതെന്താ കയ്യിലൊരു കൊച്ചുള്ളത് എന്ന് പറഞ്ഞിട്ട് ഷോക്കിൽ വായ് വിളന്ന് നോക്കായിരുന്നു. മുത്തശ്ശ ഗ്രാൻഡ്പാ ഇതെൻ്റെ മോന എങ്ങനെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ്റെ ഗ്രാൻഡ്മ ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഇവളെന്തുകൊണ്ട് ഷോക്ക് എടുക്കും. എന്താ കൊച്ച ഇതെപ്പോൾ വന്ന ഗ്രാൻഡ്പ മറന്നു എനിക്ക് കല്യാണം കഴിഞ്ഞു ഇതെൻ്റെ മോന എന്ന് ഗ്രാൻഡ്പന് വരുമ്പോഴത്തേണ് ഗ്രാൻഡ്പ തല ചൊറിഞ്ഞായിരുന്നു. എന്ത് എനിക്ക് പറ്റി ഇതെപ്പോൾ കൊച്ചു വന്നാ എന്നെ ഗ്രാൻഡ്പ തല ചൊറിയായിരുന്നു. ഇത് ഗ്രാൻഡ് ഷോക്കായിരുന്നു. നിങ്ങൾക്ക് മറന്നു പോന്നോ? ഇത് നമ്മൾ പേരക്കൊച്ച് നിങ്ങൾക്ക് എത്ര മറന്നോ? നിങ്ങൾ മറന്നു പ്രാന്തിയോ എന്ന് എൻ്റെ ഗ്രാൻഡ്പനെ വെച്ച് കളിയാക്കായിരുന്നു. ഗ്രാൻഡ്പ ഷോക്കായിരുന്നു. എപ്പോൾ എൻ്റെ പേരക്കൊച്ച് കല്യാണം കഴിഞ്ഞ എന്ന് ഗ്രാൻഡ്പ തലച്ചറിയായിരുന്നു. ഇതിന് എൻ്റെ ഗ്രാൻഡ്പ എന്ന് ബേബി പറഞ്ഞായിരുന്നു. ബേബിനോട് പറഞ്ഞാണ് ഹീറോ. ഓ ബേബി ഗ്രാൻഡ്പ എന്ന് പറഞ്ഞ ഗ്രാൻഡ്പയൊക്കെ ഷോക്കായിരുന്നു. ഓ ഇതാണോ എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഹീറോയിൻ്റെ ഗ്രാൻഡ്പക്ക് ഒന്നും കൺഫ്യൂസായി. ഗ്രാൻഡ്പന് വെച്ച് കളിയാക്കാനും ഗ്രാൻഡ്പ തലച്ചൊറിയായിരുന്നു. അതുകൊണ്ട് കൺഫ്യൂസിലുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടന് വന്നായിരുന്നു. എന്താ ഇവിടെ നടക്കുന്ന ഇടാ ചോദിച്ചു. ചേട്ടാ ഞാൻ ഗ്രാൻഡ്പനെ വെച്ച് കളിയാക്കാൻ പോകുന്നത് ഇതെൻ്റെ മോനാ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഓ അങ്ങനെയാണോ അർജുൻ ഈ സത്യമാണെടാ